വല്ല മരുന്നും കഴിച്ചിട്ട് എഴുന്നേറ്റ് വരാൻ നോക്ക്. കുറെ നേരം ഇവിടെ നിന്ന് കിടക്കുന്നത്. ഞാൻ മരുന്നൊക്കെ കഴിച്ചതാ, പക്ഷെ എനിക്ക് ഒട്ടും വയ്യ. ഓഹ്, അതിപ്പോ എന്നുള്ളതാണല്ലോ. എപ്പോഴാ നീ വയ്യാന്ന് പറയുന്ന ദിവസം ഉള്ളത്? എന്റെ കൂടെ കുറച്ചു നേരം ഒന്ന് വന്നിരിക്കോ? നീ ഇപ്പൊ കിടക്കല്ലേ, നീ കിടക്ക്, ഞാൻ ഇവിടെ തന്നെ ഉണ്ട്. ഏട്ടാ, എനിക്ക് കുറച്ച് ദിവസമായി പുറത്തേക്ക് എങ്ങോട്ടെങ്കിലും ഒക്കെ പോണമെന്നുണ്ട്. ഒന്ന് കൂട്ടിക്കൊണ്ടുപോവോ? നല്ല കാര്യം. ഈ സമയത്ത് എന്നെ കൊണ്ട് പുറത്തു പോവാനാ? ഒന്നാമത് ഇപ്പോഴത്തെ കാലാവസ്ഥ ശരിയല്ല. അതിനിടയ്ക്ക് ഈ സമയത്ത് പുറത്തു പോയാലോ? നിനക്ക് വല്ല അസുഖം വന്നിട്ടുണ്ടെങ്കിൽ വീട്ടിലിരുന്ന് റെസ്റ്റ് എടുക്കുന്നതിനാണ് നല്ലത്. എന്താ ഏട്ടാ, അത് ഒരുപാട് പേര് പോണതല്ലേ. ഈ സമയത്ത് ഒരു ആഗ്രഹമല്ലേ. ഇതുവരെ എന്നെ എവിടേക്കും കൂട്ടിക്കൊണ്ടുപോയിട്ടില്ലല്ലോ. ഇപ്പോഴല്ലാണ്ട് പിന്നെ എപ്പോഴാ പോവുക? ഇനി ഓരോ മാസം കഴിയും തോറും പിന്നെ എനിക്ക് എങ്ങോട്ടും വരാൻ പറ്റില്ലല്ലോ. ഒന്ന് കൂട്ടിക്കൊണ്ടുപോയിട്ടാ. അതൊക്കെ റിസ്ക് ആണ്. ഇനിയിപ്പോ എവിടെയെങ്കിലും പോയാൽ തന്നെ കൈവേന കാലോനം എന്ന് പറഞ്ഞ് നീ തന്നെ കഷ്ടപ്പെടും. തൽക്കാലം നീ ഇപ്പൊ എവിടെയും പോകുന്നതിനെ കുറിച്ച് ആലോചിക്കണ്ട. വീട്ടിലിരിക്കാൻ നോക്ക്. അതും ശരിയാണ്. വേറെ ഇപ്പൊ എന്താ ചെയ്യാ അല്ലേ? ഇപ്പൊ ഡെലിവറി ഒക്കെ കഴിയട്ടെ, എന്നിട്ട് നോക്കാല്ലേ പുറത്തു പോകേണ്ട കാര്യമൊക്കെ. ആ, നമുക്ക് ഡെലിവറി ഒക്കെ ഒന്ന് കഴിയട്ടെ, എന്നിട്ട് പോയ പോരെ. ഹലോ, ആടെ ഞാൻ വരുന്നുണ്ട്. ഇവിടെ ഇവിളെയും കൊണ്ട് ഭയങ്കര തലവേദനയാണ്. ഓരോ ദിവസം വന്നിട്ട് ചോദിക്കും അവിടെ പോവാ ഇവിടെ പോവാന്ന്. എനിക്കല്ല അറിയുള്ളൂ ഇവിടെ ഓരോ കാരണങ്ങൾ പറഞ്ഞ് മുടക്കുന്നതിന് ബുദ്ധിമുട്ട്. നല്ല കാര്യം. എടാ, പാർക്കിലൊക്കെ ഒരുപാട് ജനങ്ങൾ ഉണ്ടാവില്ലേ? അപ്പൊ അവളെ കോലം കാണണം. ക്ഷീണിച്ച് ഒരുമാതിരി ഒരു ലെവലായിട്ടുണ്ട്. പിന്നെ മര്യാദയ്ക്ക് നടക്കാൻ പറ്റുമോ? അങ്ങനെ പതുക്കെ പതുക്കെ പതുക്കെയാണ് നടക്കുക. ഞാൻ അവളെ ഒരു കൈ പിടിക്കണം, മറ്റേ കൈ അവളുടെ ബാഗും പിടിക്കണം. ഇവളെയും കൂട്ടി അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നവരെ ഓർക്കുമ്പോൾ തന്നെ മനുഷ്യൻ നാണക്കേടാവുന്നുണ്ട്. ആ, ഞാൻ വരാം. എന്നാ ശരി കേട്ടോ. ഏട്ടാ, ഇന്ന് നമുക്ക് സ്കാനിങ്ങിന് പോണ്ടേ? നീ പോയിക്കോ. നീ പോയിക്കോന്നോ? ഞാനിങ്ങനെ ഒറ്റയ്ക്ക് പോവാ. ഏട്ടൻ വരുന്നില്ലേ? ഞാൻ വരുന്നില്ല. ഞാനേ ആ ഓട്ടോക്കാരൻ രാജേഷിനോട് വരാൻ പറഞ്ഞിട്ടുണ്ട്. നീ ഒരു കാര്യം ചെയ്യ്, അവന്റെ കൂടെ അങ്ങോട്ട് പോയിട്ടെ സ്കാനിങ് കഴിഞ്ഞിട്ട് ആ ഓട്ടോക്കാരൻ ഇങ്ങോട്ട് തിരിച്ചു വന്നാൽ മതി. പൈസക്ക് ഞാൻ കൊടുത്തോളാം. അതിന്റെ ആവശ്യം എന്താ? ഏട്ടനൊന്ന് ലീവല്ലേ? ഞാൻ പിന്നെ എന്തിനാ രാജേഷിനും പോകുന്നത്? ഏട്ടനും കൂടെ ഉണ്ടെങ്കിൽ എനിക്കൊരു സമാധാനമല്ലേ? നീ തൽക്കാലം ഞാൻ പറഞ്ഞ ഇങ്ങോട്ട് കേട്ടാ മതി. എനിക്ക് എല്ലാ കാര്യത്തിനും നിന്റെ പുറകിന് വരാൻ പറ്റുന്നില്ല. എനിക്ക് ഇവിടെ കുറെ കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അതിന് മാത്രം എന്ത് കാര്യങ്ങളാണ് നിങ്ങൾക്ക് ഇവിടെ ഉള്ളത്? ഇതെല്ലാത്തിനും ഞാൻ ഒറ്റയ്ക്ക് പോകണല്ലോ. എന്തെങ്കിലും ടെസ്റ്റിനാണെങ്കിൽ ഞാൻ ഒറ്റയ്ക്ക് പോകണം. വല്ല BP ഷുഗറോ പറഞ്ഞിട്ട് അത് ചെക്ക് ചെയ്യാൻ പോകണം, ഞാൻ ഒറ്റയ്ക്ക് പോകണം. ഹോസ്പിറ്റലിലേക്ക് ഞാൻ ഒറ്റയ്ക്ക് പോകണം. എവിടേക്കും എന്റെ കൂടെ വരാറില്ലല്ലോ. ശരിക്കും നിന്റെ പ്രശ്നം എന്താണ്? ഞാൻ നിന്നോട് ഹോസ്പിറ്റലിൽ പോകണ്ട, ഡോക്ടർ കണ്ടാന്നും പറഞ്ഞിട്ടില്ലല്ലോ. ഞാൻ നേരത്തെ തന്നെ രാജേഷിന്റെ ഓട്ടോ ബുക്ക് ചെയ്തിട്ട് പറഞ്ഞാണ് അവനോട് ഇവിടം വരെ വന്നിട്ട് എന്റെ ഭാര്യന്റെ സ്കാനിങ് ഉണ്ട്, അന്ന് അവളെ കൊണ്ടുപോയിട്ട് വീട്ടിൽ കൊണ്ടുവിടണമെന്ന്. ഇപ്പൊ നിങ്ങൾ എന്റെ കൂടെ വന്നാൽ എന്താ കുഴപ്പമുള്ളത്? നിങ്ങൾ ഇവിടെ ഉണ്ടല്ലോ, ഇല്ലെങ്കിലും മനസ്സിലാക്കാന്ന് വിചാരിക്കാം. ഈ സമയത്ത് നിങ്ങൾ ഇവിടെ ഉണ്ടായിട്ട് ഞാൻ വേറൊരുത്തിന്റെ കൂടെ വേണം അതിനൊക്കെ പോവാൻ? നിനക്കിപ്പോ സ്കാനിങ് ചെയ്തോ പോരെ? അതിന് എന്നെ തന്നെ ഇങ്ങനെ ബുദ്ധിമുട്ടിക്കണമെന്നുണ്ടോ? ഇവിടെ മോനെ നോക്കാൻ ആള് വേണ്ടേ? ഞാൻ ഇവിടെ നിക്കാം. ശരിക്കും നിങ്ങളുടെ മനസ്സിൽ എന്താണ് ഉള്ളത്? ഈ പ്രഗ്നന്റ് ആയതിനു ശേഷം മുതൽ ഞാൻ ശ്രദ്ധിക്കുക, നിങ്ങൾ എങ്ങോട്ടും എന്നെ കൂട്ടിക്കൊണ്ടും പോകുന്നില്ല, ഞാൻ എങ്ങോട്ടും പോകുമ്പോ എന്റെ കൂടെ വരണമില്ല. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഞാൻ പ്രഗ്നന്റ് ആയതുകൊണ്ടേ എന്റെ കൂടെ നടക്കാൻ നിങ്ങൾക്ക് മടിയുണ്ടോ? മടിയോ? നീ എന്തേ പറയുന്നത്? ഏതെങ്കിലും ഭർത്താക്കന്മാർക്ക് സ്വന്തം ഭാര്യനെ പുറത്ത് കൂട്ടിക്കൊണ്ട മടി ഉണ്ടാവോ? അതൊന്നും അല്ല. ഞാനേ കുട്ടിക്ക് ഇവിടെ ഭക്ഷണം കൊടുത്ത് ഞാൻ അവനെ നോക്കിയിരിക്കുക. നീ പോയിട്ട് വാ. കുട്ടിക്ക് ഭക്ഷണമൊക്കെ ഞാൻ കൊടുത്തതാ. തൽക്കാലം നിങ്ങൾ എന്റെ കൂടെ വാ, ഒന്നും സംഭവിക്കില്ല. ഒരു അരമണിക്കൂറല്ലേ വേണ്ടുള്ളൂ. കുഞ്ഞിനെയും കൂടെ കൂട്ടാലോ. നീ വെറുതെ വാശി പിടിക്കല്ലേ. എനിക്ക് വരാൻ പറ്റില്ല എന്നല്ല ഞാൻ പറഞ്ഞത്. അങ്ങനെയുള്ള ഒരു കാര്യം ചെയ്യാം, ഞാനും പോകുന്നില്ല. സ്കാനിങ് അങ്ങ് ചെയ്യണ്ടെന്ന് വെച്ചാ പോരെ. കുഞ്ഞ് എന്റെ മാത്രമല്ലോ, നിങ്ങളുടെയും കൂടി അല്ലേ. നിങ്ങൾക്ക് വരാൻ വൈകി ഞാനും പോകുന്നില്ല. എടി, നീ കളിക്കാൻ നിൽക്കല്ലേ. മര്യാദയ്ക്ക് പോയിട്ട് വന്നോ. കുഞ്ഞിന്റെ കാര്യമാണിത്. കുറച്ച് മാസമായി ഞാൻ ശ്രദ്ധിക്കുന്നത് നിങ്ങളുടെ ഈ സ്വഭാവം. എന്തിനും കുറെ കാരണങ്ങൾ കൊണ്ടുവരുമല്ലോ എന്നിങ്ങനെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട്. ഞാൻ അവന്റെ ഓട്ടോ പറഞ്ഞിട്ടുണ്ടല്ലോ, പിന്നെ നിനക്കെന്താ കുഴപ്പമുള്ളത്? വെറുതെ മനുഷ്യന്റെ മൂഡ് കാണാനായിട്ട് ഓരോന്നും കൊണ്ട് വന്നോളും. അതെ, ഞാൻ ചപ്പാത്തിന്റെ മാവ് കുഴച്ച് വെച്ചിട്ടുണ്ട്, കറി ഉണ്ടാക്കിയിട്ടുണ്ട്.
നിങ്ങൾ ഒന്നും ഒരു ചപ്പാത്തി ഉണ്ടാക്കി എടുക്കുമോ? ഈ തീരെ വയ്യ. ഞാൻ ഉണ്ടാക്കാനോ? ഇത്രയും കാര്യങ്ങൾ നീ അടുക്കള ചെയ്യുമ്പോൾ നിനക്ക് അതും കൂടെ ചെയ്തൂടെ? ഇനിയിപ്പോ ഇതിന് വേറൊരാൾ വേണോ? ഞാൻ സ്കാനിങ്ങിന് അങ്ങോട്ടും ഇങ്ങോട്ടും പോയിട്ട് വന്നിട്ട് തന്നെ ആകെ ക്ഷീണിച്ചിരിക്കുക. അതിന്റെ ഇടയ്ക്കാണെങ്കിൽ അടുക്കളയിൽ കയറിയിട്ട് പാത്രങ്ങൾ മുഴുവൻ കഴുകി വെക്കലും വൃത്തിയാക്കലും കറി ഉണ്ടാക്കലും ചപ്പാത്തിക്ക് മാവ് കുഴക്കലും ഒക്കെ ചെയ്തത്. ഇനി എനിക്ക് നിൽക്കാനാകില്ല. ഈ കാലിൽ നീരും വെച്ച് ഞാൻ ഇനി എത്ര നേരം അടുക്കളയിൽ നിൽക്കും? കുറച്ച് ചപ്പാത്തി ഉണ്ടാക്കി എടുക്കാനുള്ളൂ. നമുക്ക് ഭക്ഷണം കഴിക്കണ്ടേ? എന്നാ നീ നിന്റെ ക്ഷീണമൊക്കെ മാറിയിട്ട് മെല്ലെ ഉണ്ടാക്കിയാൽ മതി. എനിക്കിപ്പോ വിശക്കുന്നൊന്നുമില്ല. നിങ്ങൾക്ക് വിശക്കുന്നുണ്ടാവില്ല, പക്ഷെ എനിക്ക് വിശക്കില്ലേ? എനിക്ക് ഇത്ര നേരമൊക്കെ പട്ടിണി ഇരിക്കാൻ പറ്റുമോ? നിങ്ങൾ എന്തെങ്കിലും ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. ഇതിപ്പോ അതും ഇല്ല. നിനക്ക് അങ്ങനെ വിശക്കുന്നുണ്ടെങ്കിൽ അവിടെ ചോറില്ലേ, അതെടുത്ത് കഴിക്കേ. പിന്നെന്താ? നിങ്ങൾക്ക് അറിയില്ല ഞാൻ ഷുഗറിനുള്ള മരുന്ന് കഴിക്കുന്ന കാര്യം. കഴിഞ്ഞ പ്രാവശ്യം ടെസ്റ്റിന് പോയപ്പോ ഡോക്ടർ എന്താ പറഞ്ഞു? ഷുഗർ കൂടുതലാണ്, ചോറ് ഒഴിവാക്കണമെന്ന്. ഇനി ഇതൊന്നും പറഞ്ഞത് കേൾക്കാണ്ട് വീണ്ടും അങ്ങനെ തന്നെ ചെയ്തിട്ട് ഷുഗർ എങ്ങാനും കൂടിയിട്ടുണ്ടെങ്കിലോ കുട്ടിക്കല്ലേ ദോഷം ചെയ്യാ. നിന്നെ കൊണ്ട് ഭയങ്കര പാടാണല്ലോ. എപ്പോ നോക്കിയാലും കലവില എന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. എന്നെ എവിടെ ഇങ്ങനെ നിൽക്കാനിരിക്കാനും സമ്മതിക്കരുത്. എപ്പോഴും ഇങ്ങനെ ശല്യം ചെയ്തുകൊണ്ടുവരും. നിക്ക്, ഞാൻ എടുത്തിട്ട് വരാം. തൽക്കാലം നീ ആപ്പിൾ കഴിക്കേ. എങ്ങനെയാണെങ്കിലും വിഷമാറി കിട്ടിയാ പോരെ. നിന്റെ കാലുവേനൊക്കെ മാറുമ്പോഴേ നിനക്ക് എന്താ വേണ്ടെന്ന് വെച്ചാ നീ ഉണ്ടായി കഴിച്ചോ. ഇവിടെ എല്ലാ സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ. ഏട്ടാ, എന്റെ കാലൊന്ന് മസാജ് ചെയ്തിട്ട് എണ്ണ ഇട്ടിട്ട് തീരെ നടക്കാൻ പറ്റുന്നില്ല. മസിൽ കയറിട്ടെ നല്ല വേദന. ഓ, തുടങ്ങി ശല്യം. ആ, ഇട്ടുതരാ, നിക്ക്. നിങ്ങൾ എന്താ ഈ ഫോണും നോക്കിയിരിക്കുന്നത്? എനിക്ക് അത്രയ്ക്കും വയ്യാണ്ടല്ലേ ഞാൻ നിങ്ങളോട് പറഞ്ഞത്. ഒന്ന് ചെയ്തു തന്നൂടെ? എടി, കൈയും കാലും എനിക്ക് ഈ സമയത്ത് സാധാരണയല്ലേ. അത് ഇത്രയും വലിയ സംഭവമാക്കേണ്ട കാര്യമുണ്ടോ? നീ ഒന്ന് കിടക്കാൻ നോക്കുക, അത് മാറിക്കിട്ടും. കിടക്കാൻ പറ്റാതെ ഞാൻ പോയി കിടന്നിട്ടുണ്ടാവൂലേ? നിങ്ങളുടെ അടുത്തേക്ക് വരുമോ? ഒരു നിവൃത്തിയില്ലാത്തോണ്ടാണ് നിങ്ങളുടെ അടുത്തേക്ക് വന്നത്. ഈ സമയത്തെങ്കിലും കുറച്ച് മനസാക്ഷി ഉണ്ടാവണ്ടേ? എടി, നീ മാത്രമേ ലോകത്ത് പ്രഗ്നന്റ് ആയിട്ടുള്ളൂ, അല്ലാണ്ട് വേറെ ആരുമില്ലേ? എപ്പോ നോക്കിയാലും ടോർച്ചറിങ് ആണല്ലോ. അത് ചെയ്ത ഇത് ചെയ്ത കാലുവേന കൈവേന എന്ന് പറഞ്ഞ് കുറെ കൊണ്ടുവരല്ലോ. നീ വീട്ടിൽ ഇരുന്നാൽ തന്നെ മനുഷ്യന് സൗകര്യക്കേടാ. എനിക്ക് വയ്യാന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അത് അത്രയും വലിയ സൗകര്യക്കേടാ? ഇതിനു മുമ്പ് നിങ്ങൾ എന്തെങ്കിലും എനിക്ക് എന്റെ കാല് മസാജ് ചെയ്ത് തന്നിട്ടുണ്ടോ? എന്തെങ്കിലും വേദന എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കേൾക്കാത്ത പോലെ നടക്കല്ലേ ചെയ്യാ? ഒന്നും ചെയ്തും തരൂല. എന്നാ പറഞ്ഞിട്ടുണ്ടെങ്കിലോ എന്തൊക്കെയോ വലിയ കാര്യങ്ങൾ ചെയ്തു തരുന്ന പോലെയാ പറയാ. ഞാൻ നിനക്ക് ഒന്നും ചെയ്തു തരുന്നില്ല. ഈ വീട്ടിൽ നിനക്ക് എന്തിന്റെ കുറവാണുള്ളത്? നിനക്ക് സമയത്തിന് മരുന്ന് കിട്ടുന്നില്ലേ? ഹോസ്പിറ്റലിൽ പോകണമെങ്കിൽ പൈസ തരുന്നില്ല ഞാൻ? പിന്നെ ഞാൻ നിന്റെ പുറകെ നടന്നിട്ട് ഓരോന്ന് പറഞ്ഞ് ശല്യം ചെയ്തു വരുന്നുണ്ടോ? ഇല്ലല്ലോ. ഇത്രയൊക്കെ ചെയ്തു തന്നിട്ട് ഇതിന്റെ പറച്ചിലറിയായിരിക്കും ഞാൻ ഒന്നും ചെയ്തു തരുന്നില്ല. ആ, ബെസ്റ്റ്. ഇതിനേക്കാളും വലിയ കാര്യങ്ങളൊന്നും ഒരു ഭർത്താവും ഒരു ഭാര്യയ്ക്കും ചെയ്തു കൊടുക്കുന്നില്ല. ഞാൻ വളരെ ഭാഗ്യവതിയാ. നിന്റെ ഭാഗ്യത്തിന് എന്തോ ഒരു കുറവുള്ളത്? ഞാനെന്താ ഡെയിലി ഇവിടെ കള്ളു കുടിച്ചിട്ടാ വരുന്നത്? അതോ വേറെ ഏതെങ്കിലും പെണ്ണുങ്ങളോട് ചാറ്റ് ചെയ്ത് നടക്കാണോ? ഇവിടെ എല്ലാം ആക്കി കൊടുക്കുമ്പോ തലകറിഞ്ഞിട്ട് നിരങ്ങുക. നീ പ്രഗ്നന്റ് ആണെന്നുള്ള ഒറ്റ കാരണം കൊണ്ടാ ഞാൻ എന്നെ മിണ്ടാണ്ട് ക്ഷമിച്ചു നടക്കുന്നത്. നിന്റെ ഡെലിവറി ഒന്ന് കഴിയട്ടെ, അതിനുശേഷം ഞാൻ പറഞ്ഞുതരാം ബാക്കി. പറയാനുള്ളത് ഇപ്പൊ തന്നെ പറഞ്ഞോ? എന്തിനാണ് കുറെ മാസങ്ങൾ കാത്തിരിക്കുന്നത്? അതിനിപ്പോ നീ മാത്രമല്ലല്ലോ, എന്റെ കുഞ്ഞും കൂടെ നിന്റെ വയറ്റില്. നിന്റെ അഹങ്കാരത്തിനോട് മറുപടി പറയാൻ നിന്നിട്ട് വേണം അതിന്റെ കുഞ്ഞിനെ കൂടെ ബാധിക്കാൻ. ആ, അതെന്തായാലും നന്നായി. എന്തായാലും കുഞ്ഞിനോട് നിങ്ങൾക്ക് സ്നേഹം ഉണ്ടല്ലോ. കുഞ്ഞിനെ നന്നായിട്ട് കെയർ ചെയ്യാൻ വേണ്ടിട്ടേ നിങ്ങൾ എനിക്ക് നിറയെ ഭക്ഷണം വാങ്ങിത്തരും, മരുന്ന് വാങ്ങിത്തരും, ഹോസ്പിറ്റലിൽ പോകാൻ പൈസ തരും. അമ്മയ്ക്ക് എന്തൊക്കെയാണ് ആവശ്യം എന്നുള്ളത് നിങ്ങളുടെ വിഷയമേ അല്ല. നീ പിന്നെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണല്ലോ. ഇതിലും വലുത് ഞാൻ നിനക്ക് എന്ത് ചെയ്തു തരാനാ? എല്ലാം ചെയ്തു തരുമ്പോ നീ ഒരു വിലയില്ലാണ്ട് കാണിക്കുക. ഒരു കുഞ്ഞ് ആരോഗ്യത്തോടെ വളരണമെങ്കിലേ അമ്മയ്ക്ക് ആദ്യം ആരോഗ്യം ഉണ്ടാകണം. അതിന് നിന്റെ ആരോഗ്യത്തിന് ഇവിടെ എന്താ കുഴപ്പം? ഇവിടെ ഇഷ്ടംപോലെ ഭക്ഷണ സാധനങ്ങളില്ലേ? ഇനി എന്തെങ്കിലും വേണേ പറ, ഞാൻ വാങ്ങിത്തരില്ലേ? ഞാൻ പറഞ്ഞിട്ടുണ്ടോ ഞാൻ വാങ്ങിത്തരില്ല എന്ന്? കുറെ ഭക്ഷണ സാധനങ്ങൾ വാരി കഴിച്ചുകൊണ്ട് മാത്രം ആയില്ല. ഭാര്യയ്ക്ക് മനസ്സിന് സന്തോഷമുള്ള കാര്യങ്ങൾ ചെയ്തു തരാൻ കഴിവുണ്ടാവണം ഒരു ഭർത്താവിന്. അതിന് നിന്റെ സന്തോഷത്തിന് ഇവിടെ എന്താ കുഴപ്പമുള്ളത്? ഒരു കുഴപ്പമില്ല. എനിക്ക് എന്തെങ്കിലും വയ്യാന്ന് പറയുമ്പോഴത്തേക്കും ഓടി വന്ന് അടുത്തിരുന്ന് സമാധാനിപ്പിക്കുന്ന ഭർത്താവാണല്ലോ നിങ്ങള്. 3-4 മാസം ഛർദിയും ഭക്ഷണം കഴിക്കാൻ പറ്റാണ്ടൊക്കെ കഷ്ടപ്പെടുമ്പോഴേ മരുന്ന് വാങ്ങി തരുന്നല്ലാണ്ട്
നിനക്ക് എന്താണ് കുഴപ്പം, നിനക്ക് ഇപ്പൊ എങ്ങനെയുണ്ട്, കുറവുണ്ടോ, ഇങ്ങനെ ഒരു വാക്ക് നിങ്ങൾ എന്തെങ്കിലും എന്നോട് ചോദിച്ചിട്ടുണ്ടോ? ഇത്രയും വയ്യാണ്ടിരുന്നിട്ടും ഈ വീട്ടിലെ പണികൾ മുഴുവൻ ഞാനല്ലേ ചെയ്യുന്നത്, കുട്ടീന്റെ കാര്യങ്ങൾ ഞാനല്ലേ നോക്കുന്നത്. ഒരു ദിവസമെങ്കിലും നിങ്ങൾ എന്നോട് പറഞ്ഞിട്ടുണ്ടോ നീ ഇന്ന് റെസ്റ്റ് എടുത്തോ, ഇന്ന് ഞാൻ ഇവിടുത്തെ പണികളെല്ലാം ചെയ്യാന്ന്? ഈ ഫിസിക്കൽ ഹെൽത്ത് മാത്രമല്ല, മെന്റൽ ഹെൽത്ത് എന്ന് പറഞ്ഞൊരു സാധനം കൂടിയുണ്ട്. ഒരു അമ്മേന്റെ മാനസിക ആരോഗ്യം, ഒരു കുഞ്ഞിന്റെ വളർച്ചയിലെ അതിന് ഒരുപാട് പങ്കുണ്ട്. കുറച്ചു നേരം മുമ്പ് നിങ്ങൾ പറഞ്ഞില്ലേ ലോകത്തിൽ നീ മാത്രമേ ഗർഭിണിയായിട്ടുള്ളൂ, ഇത് അത്രയും വലിയ സംഭവമാണെന്നൊക്കെ. എന്റെ സ്ഥാനത്ത് നിങ്ങളായിരിക്കണം, അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാകും ഇത് അത്രയും വലിയ സംഭവമാണോ അല്ലേ എന്നുള്ളത്. ഒരു തലവേദന വരുമ്പോഴത്തേക്കും കാറി കൂങ്ങി നിലവിളിക്കുന്ന ആളാ. നിങ്ങൾക്ക് എന്റെ അവസ്ഥ വളരെ നിസ്സാരല്ലേ? ആ മോനിങ്ങോട്ട് വാ. നമുക്കേ പുറത്തൊക്കെ ഒന്ന് പോയിട്ട് അവിടുന്ന് ഭക്ഷണം കഴിച്ചിട്ട് വരാട്ടൊന്ന്. എന്നാ വാ, ഞാൻ ഡ്രസ്സ് മാറ്റി തരാം. മോനൊന്ന് അവിടെ നിന്നേ. ഇത്ര നേരം പുറത്തുപോയി കളിച്ച് ക്ഷീണിച്ച് വന്നതല്ലേ, ഇനി കൈയും കാലം മുഖം കഴിയട്ടെ, എന്തെങ്കിലും പഠിക്കാനുണ്ടെങ്കിൽ അത് ചെയ്യാൻ നോക്ക്. കുറച്ച് കഴിഞ്ഞിട്ട് അമ്മ വിളിക്കാം. അന്ന് നീ കുഞ്ഞിനെ പറഞ്ഞു വിട്ടത്? നിന്റെ പോട്ടത്തര സംസാരം കേട്ട് ഞങ്ങൾ ഇവിടെ നിൽക്കാനാ? ഞങ്ങൾ പുറത്തു പോയിട്ടരാ. ഭയങ്കര സന്തോഷാണല്ലോ മോനെ പുറത്തേക്ക് കൊണ്ടുപോകാനും അവൻ ഓരോന്ന് ചെയ്തു കൊടുക്കാനും. പിന്നെ എന്റെ മോനെ കൊണ്ട് പുറത്തു പോകുന്നില്ലേ, എനിക്ക് സന്തോഷം ഉണ്ടാവില്ലേ? അതേപോലൊരു കുഞ്ഞല്ലേ എന്റെ വയറ്റിലും വളർന്നത്. ഈ സമയത്ത് എന്നെ പുറത്തേക്ക് കൊണ്ടുപോകാൻ നിങ്ങൾക്ക് നാണക്കേട് അല്ലേ? ഓ തുടങ്ങിയ അവള്. എടി കുഞ്ഞിനെ കൊണ്ട് പോകുന്ന പോലെയാണ് നിന്നെ കൊണ്ട് പുറത്തു പോകുന്നത്. ഇതാ നോക്ക്, മര്യാദയ്ക്കൊന്ന് വൃത്തിക്ക് നിനക്ക് ഇരിക്കാൻ പോലും പറ്റുന്നില്ല. ഈ നിന്നെയും കൊണ്ടാണ് ഞാൻ ഓരോ സ്ഥലങ്ങളിലേക്ക് പോകേണ്ടത്. അത് ശരിയാ, ഗർഭിണിയായ ഭാര്യനെ പുറത്തു കൊണ്ടുപോകുമ്പോഴേ നിങ്ങൾക്ക് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവും. ഒന്നാമത് ഭാര്യക്ക് സൗന്ദര്യം ഇല്ലല്ലോ, പിന്നെ നടക്കാൻ അറിയില്ല, നിൽക്കാൻ അറിയില്ല, നിങ്ങൾ എന്റെ കൈ പിടിച്ച് വേണം എന്നെ നടത്താൻ. ഇതൊക്കെ ആൾക്കാർ കാണുന്നതേ ഭയങ്കര നാണക്കേട് ഉണ്ടാക്കുന്ന കാര്യമാണല്ലോ. അത് തന്നെയാണ് കാരണം. ഇപ്പൊ നിനക്ക് മനസ്സിലായല്ലോ, ഈ സമയത്ത് നിന്നെ എനിക്ക് പുറത്തു കൊണ്ടാൻ നാണക്കേട് തന്നെയാണ്. ഒരു കുഞ്ഞ് വളർന്നു വരുന്ന സ്ഥലമാണിത്. ഒരു അമ്മേന്റെ വയറ്റിലൊരു കുഞ്ഞ് വളരുമ്പോഴേ ആ അമ്മയ്ക്ക് ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാവും. ശാരീരികവും മാനസികമായി ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും. അത് മനസ്സിലാക്കി ഭാര്യനെ സ്നേഹിക്കാനും മനസ്സിലാക്കാനും കരുതലോടെ കൈപിടിച്ച് നടത്താനും കഴിവുള്ള ആളായിരിക്കണം ഭർത്താവ് എന്ന് പറയുന്നത്. നിങ്ങൾ പറഞ്ഞില്ലേ ഗർഭിണിയായ ഭാര്യനെ കൂടെ കൊണ്ട് നടക്കുന്നത് നാണക്കേടാണെന്ന്. അതേപോലെ ഗർഭിണിയാവുന്നത് നാണക്കേടാണെന്ന് ഓരോ സ്ത്രീകളും വിചാരിച്ചിട്ടുണ്ടായിരുന്നെങ്കിലേ കാണായിരുന്നു.